ആ ഒരു വീഡിയോ അത്ര ട്രെൻഡിങ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു പരമൂലത്തെ വീഡിയോ പ്രതികരിക്കാൻ ഇട്ട് പറയുന്നത്. കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മള് മുന്നേറുന്ന പറയണം. അതിന് നമുക്ക് കിട്ടിയ വാച്ച് അവർ ഓൾമോസ്റ്റ് 100 മണിക്കൂർ വാച്ച് അവർ നമുക്ക് അതിൽ നിന്ന് കിട്ടി. വേണോന്ന് ഞാൻ ചെയ്തില്ല അളിയ. വേണോ നമ്മള് അങ്ങനെ ഒരു പ്രീ പ്ലാൻഡേ ഇല്ലാണ്ട് ജസ്റ്റ് ഞാൻ അവിടെ പോയി ഇരുന്ന് ചുമ്മാ ഞാൻ എടുത്തിട്ട് ഇവര് വീഡിയോ അയച്ചു കൊടുത്തതാ. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത വീഡിയോ അല്ലത്. ജസ്റ്റ് ഞാൻ ആ സ്പോട്ടിലൂടെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ട് ഇവന് അയച്ചു കൊടുത്ത് ഇത് ആ ഒരു സംഭവമാണ്. അല്ല പ്രീ പ്ലാൻഡേ അല്ലാണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ, അതും ജസ്റ്റ് പരൂര് മാത്രം അറിയപ്പെടുന്ന സംഭവം നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 100 മണിക്കൂറോളം വാച്ച് അവർ നമുക്ക് അതിൽ കിട്ടി. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞതാ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഇവരോട് പറഞ്ഞതായിരുന്നു 3 ദിവസം മുമ്പേ. എന്നിട്ട് അടുത്ത വീഡിയോ ഒരു കാപ്പിലത്തെ വീഡിയോ ആയിട്ട് എത്ര കിട്ടി? അല്ല എന്നിട്ട് കാപ്പിലത്തെ വീഡിയോ ആയിട്ട് എന്ത് കിട്ടി? കാപ്പിൽ ബീച്ചിൽ നമുക്ക് അതിന് ഞാൻ പറട്ടെ ഈ പൂജാരിയുടെ സംഭവം ഒരു പറഞ്ഞ് കേൾക്കുന്നി. പൂജാരിയുടെ സംഭവം ലോങ് വീഡിയോ ഒരു ലോങ് വീഡിയോ ചെയ്ത ഞാൻ അപ്പഴെടുത്ത് പറഞ്ഞായിരുന്നല്ലേ ഒരു ക്ലിക്ക്. ഞാൻ പറഞ്ഞത് നീ അത് മനസ്സിലാക്കും. പൂജാരിയുടെ വീഡിയോ എന്ന് പറഞ്ഞത് സെൻസേഷണൽ വീഡിയോ ആണ്. അതായത് പരവൂരുള്ള എല്ലാരും ഞെട്ടിച്ചൊരു വീഡിയോ ആണ് സംഭവം. അത് സെൻസേഷണൽ ന്യൂസാണ്. അത് വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കയറി കണ്ടു. ഞാൻ നേരെ ആകുമ്പോഴത്തേക്ക് കാപ്പിൽ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാല് പരവൂരുള്ള ഒരു 30 പേര് ഡെയിലി വാട്സാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ് കാപ്പിൽ ബീച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. നമ്മളെ കയ്യിൽ ആ സമയത്ത് വേറെ കണ്ടന്റ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്ന സമയത്താണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. കുറച്ച് അതായത് ലൈവില് വ്യൂസ് കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് അതെങ്കിൽ അത് എടുത്ത് ഇട്, നമുക്ക് ലോ വീഡിയോ നമുക്ക് നോക്കാം, അത് നമ്മൾ ആ വീഡിയോ ഇടുന്നത് കുറയ്ക്കണ്ട, അത് ഡെയിലി വീഡിയോ ഇട്ട് പോകുന്നത് കുറയ്ക്കട്ടെ എന്ന് വെച്ചിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ട്രാവൽ വ്ലോഗ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരെ ചെയ്ത് വെച്ച് കടത്തി വെട്ടി നിൽക്കുന്ന സംഭവത്തിൽ ട്രാവൽ വ്ലോഗ് ചെയ്താൽ ഇത് ക്ലിക്ക് ആവത്തോളൂ. അല്ലാതെ നമ്മുടെ ഈ കാപ്പിടുന്ന സംഭവം ഒരു 30 പേരെങ്കിലും പരവൂരുള്ള ഡെയിലി സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ് പരവൂർ ബീച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ കാപ്പിൽ ബീച്ചിനെ കുറിച്ച്. അതൊന്നും ഒരു കണ്ടന്റേ അല്ല. നമ്മൾ ചുമ്മാ ദിവസം പോയ ഒരു ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേ ഔട്ട് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന രീതി അല്ലാതെ അതൊരിക്കലും ഒരു കണ്ടന്റായിട്ട് കൂട്ടേ ചെയ്യരുത്. അത് ഈ പറഞ്ഞ പൂജാരിയുടെ വിഷയമായിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആടും മറ്റേ ആന പിണ്ടമാണ്. ആ പൂജാരിയുടെ വിഷയവും ഈ കാപ്പിൽ വിഷയവും തന്നെ ആനപ്പിണ്ടത്തിനെ പോലും കൂട്ടാൻ പറ്റത്തില്ല. കാരണം പൂജാരിയുടെ വിഷയം അത്രത്തോളം സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. അത് അങ്ങനത്തെ സംഭവമാണ്. അതായത് പലരുള്ള എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് ആയിട്ട് എല്ലാവരും കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു പല ഒരുപാട്. അതുകൊണ്ട് അത്ര വ്യൂസ് കിട്ടി, അത്ര വാച്ചർ കിട്ടി. കാപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ജനിച്ച കൊച്ചു പോലും നാളെ കാപ്പിന് പോകും. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു 3 മാസം പ്രായമുള്ള പരവൂർ ജനിച്ച എല്ലാ കുട്ടികളും ഇപ്പൊ ആളുടെ കാപ്പിന് കണ്ടിട്ടുണ്ട്. ഇനി കാണാൻ ആരും ഇല്ല. നീ തന്നെ എല്ലാം പറയുകയും ചെയ്യുന്നു, അത് തന്നെ പിന്നെ പറയുകയും ചെയ്യുന്നു. നീ തന്നെ എല്ലാം അങ്ങോട്ട് പറയുകയും ചെയ്യുന്നു, അത് തന്നെ നമ്മൾ ഓരോന്ന് പറയാൻ എടുത്ത് അത് തെറ്റാണെന്ന് നീ തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നെ നമ്മളെന്ത് പറയാൻ? കാപ്പിലെ ബീച്ചിന്റെ വീഡിയോ നമ്മൾ ഇട്ടത് നമ്മൾ ആ ലോങ് വീഡിയോയുടെ സ്ട്രീക്ക്, അതായത് നമ്മൾ മുമ്പ് ഡെയിലി 3-4 ഷോർട്സ് ഇട്ടുകൊണ്ട് പോകുന്ന നടക്ക് നമ്മൾ ആ ലോങ് വീഡിയോ ഡെയിലി ഇട്ട് പോകണം. അതായത് നമ്മള് ലൈവ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ്സ് ഇടുന്നില്ലേ, അതേപോലെ ഡെയിലി നമ്മൾ ആ ലോങ് വീഡിയോ റീച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ലോങ് വീഡിയോ ഇട്ട് പോകണം. കാരണം കാപ്പിലിന്റെ പൂജാരിയുടെ വീഡിയോ ഇട്ടതിന്റെ ഒരു 2-3 ദിവസത്തിന്, അതായത് ചൊവ്വാഴ്ച പൂജാരിയുടെ വീഡിയോ ഉദ്ദേശിച്ചാൽ ആ സ്ട്രീക്ക് വിട്ടു പോകരുത്. നമ്മൾ ആ ഒരു ഡെയിലി ഇടുന്ന സ്ട്രീക്ക് വിട്ടു പോകാൻ എടുത്ത് പറഞ്ഞത് അത് ചെയ്യാം. കാരണം അത് ലോങ് വീഡിയോ ചെയ്യാനുള്ള ലെങ്ത് പോലും അതിലില്ലായിരുന്നു. കാപ്പിലിന്റെ എനിക്ക് തോന്നുന്നത് 4 മിനിറ്റ് എങ്ങനെ തികയ്ക്കുമായിരുന്നു നമ്മൾ ലെങ്ത്. അതായത് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടന്റേ ഉള്ളൂ അതിനകത്ത്. ലോങ് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് അതിനകത്ത് ഇല്ല. എന്നിട്ട് കൂടി അതിനകത്ത് പറഞ്ഞത് അത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു നമ്മളെ വീഡിയോയുടെ റീച്ച് ഒക്കെ ആണെന്ന് അറിയണം, അതിനായിട്ട് നമ്മൾ ചെയ്യാതെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അത് റീച്ച് ആവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സ്ട്രീക്ക് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് അത് അങ്ങനെ ചെയ്ത് പോകണമെന്ന് പറഞ്ഞത്. അതാ നമ്മൾ ആ ക്ലാപ്പില് ബീച്ചിൽ അത് ആദ്യമായിട്ടൊരു സംഭവമല്ലേ. നമ്മൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഇന്നലെ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർ ചിലപ്പോൾ അത് ഇട്ട് കാണും, കാപ്പിൽ ബീച്ച് ഇട്ട് കാണും. കാപ്പിൽ ബീച്ച് ആൾക്കാർക്ക് ആൾറെഡി ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ എല്ലാവരും കണ്ട് മടുത്ത സംഭവമാണ്. സോ ട്രാവൽ ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും പേര് ചെയ്തതിന്റെ അവകാശം കടത്തി വിട്ട രീതി നമ്മൾ ചെയ്യേണ്ടി വരും. സോ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അത് ഒരിക്കലും നമുക്ക് അവരെ കടപിടിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ട്രാവൽ വ്ലോഗ്, ഫുഡ് വ്ലോഗ്, ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും ഇവരാരെയും നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. റിസ്ക് എടുത്താൽ നമ്മൾ അവിടെ എത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ വെറൈറ്റി ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള, അതായത് നമ്മൾ സ്വന്തം പരമെടുത്ത ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇതുവരെ ആരും അങ്ങനെ പരമതിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അതായത് റെയിൽവേ സ്റ്റേഷൻ, വാട്ട് സെക്ഷൻ, പൈപ്പ് ബസ് സ്റ്റാൻഡ്, ഈ പറഞ്ഞ ഇത്ര പ്രശസ്തമായ ഇത്ര അമ്പലങ്ങള്, കടല്, കായൽ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ലോ വീഡിയോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ